ഹായ് ഓൾ. അപ്പം ഒരുപാട് നാളിന് ശേഷം നമ്മൾ കാണുകയാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് നോക്കാം. മിസ്റ്റർ വാദേശിനെ പറ്റി. ആരാണ് മിസ്റ്റർ വാദേശ്? മിസ്റ്റർ വാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദപ്രകൃതിക്കായിട്ടുള്ള ആളുകളെ പറ്റിയാണ്. അപ്പോൾ ഈ വാദപ്രകൃതിയുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിയാലോ. നട്ടപ്പാതിര സമയത്ത് ഉറങ്ങാനേ പറ്റുന്നില്ല. കാര്യം എന്താണ്? മനസ്സിൽ നിറയെ ചിന്തകളും 100 ഐഡിയകളുമാണ്. ഈ കാറ്റഗറിയിൽ പെടുന്നവരാണോ നിങ്ങൾ? ഇനി രണ്ടാമത്തെ കാറ്റഗറിയെ പറ്റി നോക്കാം. രണ്ടാമത്തെ മീൻസ് വാദപ്രകൃതിയുടെ തന്നെ രണ്ടാമത്തെ ഫീച്ചർ. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര വിശപ്പ്, അടുത്ത ദിവസം നിങ്ങൾക്ക് വിശപ്പെന്ന് പറഞ്ഞൊരു സാധനം തീരെയില്ല. അതായത് ചില ദിവസങ്ങളിൽ ഭയങ്കര വിശപ്പ്, ചില ദിവസം വിശപ്പുണ്ടോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല. ഇനി ഒരു റൂമിൽ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ചൂടെടുക്കുക, നിങ്ങൾക്ക് മാത്രം തണുക്കുന്നു അല്ലേ? എന്തൊരു വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ് ശരിക്കും പറഞ്ഞാൽ വാദപ്രകൃതിയായിട്ടുള്ള ആളുകൾക്കുള്ളത്. അപ്പോൾ വാദപ്രകൃതി എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും വിചാരിക്കുന്നത് എന്താ? മെലിഞ്ഞിരിക്കുന്ന ആളുകൾ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതായത് മലബന്ധമുള്ള ആളുകൾ, ഇവർ മാത്രമാണ് വാദപ്രകൃതി എന്നാണ്. ശരിക്കും ഇവർ മാത്രമൊന്നും അല്ല വാദപ്രകൃതി എന്ന് പറയുമ്പം. വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും വാദപ്രകൃതിക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 80% പേരും വാദപ്രകൃതിക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് വയറിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലർ പറയാറില്ലേ വയറ് വീർപ്പ് തോന്നാറുണ്ട്, ദഹനം നന്നായിട്ട് നടക്കുന്നതായിട്ട് തോന്നാറില്ല, വയറ്റിലെന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു, ഓക്കെ, മലബന്ധം, പിന്നെ വയറ് നമ്മൾ കുറച്ച് ദൂരം നടന്നാൽ തന്നെ വയറുവേദന. ഇപ്പോഴത്തെ പല കൊച്ചുകുട്ടികളും ഒക്കെ പറയാറുള്ളൊരു കാര്യമാണല്ലേ. ചിലപ്പോൾ നമ്മളൊക്കെ അവരെ സ്പോർട്സിന് വിടുന്നുണ്ടാവും, എന്നിട്ട് നമ്മൾ ആലോചിക്കും ഈ വയറിനെന്താ ഇത്ര പാട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ അവർ വാദപ്രകൃതി ട്രെയ്റ്റ്സിൽ വരുന്നവരായിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് വാദപ്രകൃതിയെ പറ്റി. നല്ല കാര്യങ്ങളും ഉണ്ട്, എന്നാൽ നമുക്ക് ഒരു ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. ചീത്ത കാര്യം നല്ലൊരിക്കലും പറയാം, ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലേക്കൂടെ നമുക്ക് ഇന്നൊന്ന് തുടങ്ങി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വാദപ്രകൃതിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്കെന്ന് പറയുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, ഭയങ്കരമായിട്ടുള്ളൊരു ഹൈലി ഇമാജിനേഷൻ പവർ, ഹൈലി ക്രിയേറ്റീവ് പവർ, അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ചിലപ്പം എഴുത്തുകാർ, നമുക്ക് തന്നെ അറിയാവുന്ന ചില ഫിലിം സ്റ്റാർസ്, അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ. കാര്യം എന്താ, ഇവർക്ക് എപ്പോഴും ഒരു ഐഡിയകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പം ഈ ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയാണ്. അതായത് വാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്തെ വായുവാണ്. വായു കറക്റ്റായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിലാണ് നമ്മളെ കൊണ്ട് ബ്രീത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷൻസും കറക്റ്റായിട്ട് നടക്കുക. പക്ഷേ ഇതേ വായു തന്നെ നമുക്ക് പണി തന്നാലോ? ഒരു കുഞ്ഞ് ഇല സങ്കല്പിക്കൂ. അപ്പോൾ ആ ഒരേലയെന്ന് പറയുമ്പം ഇളം കാറ്റിൽ ആ ഇല ഭയങ്കര മനോഹരമായിട്ടാവും ഇരിക്കുക അല്ലേ? അതേ സമയം ആ കാറ്റിൻ്റെ ഒരു ഗതി ഭയങ്കരമാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഒരു മരം തന്നെ കടപുഴകി പോയിട്ട് ആ ഇലകൾ പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് തന്നെയാണ് വാദപ്രകൃതിയായിട്ടുള്ള ആളുകളുടെ ലൈഫിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വാദപ്രകൃതിയായിട്ടുള്ള ആളുകളുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവർ പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരായിരിക്കും. അപ്പം മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരാണ്. അതുപോലെ തന്നെ അധികം ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് മസിൽസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും ഞാൻ വണ്ണം വെക്കില്ല എന്ന് പറയുന്ന ചിലരുണ്ടാവില്ലേ? ചില ബ്ലോഗേഴ്സ്, യൂട്യൂബേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നെ കാണുന്ന ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്നതായിട്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടീമുകളാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വിശപ്പെന്ന് പറയുമ്പം ഇവർക്ക് വിശക്കും. ആ സമയത്ത് ഇവർ വേറെ പല കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എന്താണ്, ഇവർ ഫുഡ് കറക്റ്റ് സമയത്ത് അവർ കഴിക്കാൻ മറന്നുപോകും. അങ്ങനെ ഫുഡ് കറക്റ്റ് സമയത്ത് അവർ കഴിക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും സംഭവിക്കുക? പിന്നെ അവർക്ക് കൈ കിട്ടുന്ന എന്തും അവർ കഴിക്കും. അതായത് ചിലപ്പോൾ മധുരമുള്ളതായിരിക്കാം, ഇതല്ലെങ്കിൽ ഒരു ക്രഞ്ചി ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് കടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ ബിസ്ക്കറ്റ്, അതുപോലെ റസ്ക്, നമ്മുടെ ബ്രെഡ്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ആയിരിക്കും പ്രിയം. പിന്നെ ഈ നമ്മൾ എന്തൊക്കെ യൂട്യൂബിലും ബ്ലോഗിലും ഒക്കെ കാണുന്നോ അതിൻ്റെ എല്ലാ സാധനങ്ങളും അവരങ്ങ് വലിച്ചു വാരി കഴിക്കും. അതായത് സാലഡ്, അതുപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജ്യൂസസ്, അങ്ങനത്തെ. അതായത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത് കൂടുതലും ചെയ്യുന്ന ഒരു പ്രകൃതിക്കാരാണ് ഇവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരെ പറ്റി കുറ്റം പറഞ്ഞാലും
ഇവർക്ക് ഒരുപാട് നല്ല ഐഡിയകളുള്ള മനുഷ്യന്മാരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വലിയ വലിയ കലാകാരന്മാരൊക്കെ ചിലപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ്. അതായത് നല്ല ചിന്താശേഷി ഉള്ളവരാണ്, പെട്ടെന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. ഒരു സ്റ്റേജിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യണം അല്ലേ, എത്രയോ പേര് കാണാറുള്ള ഒരു സ്റ്റേജിൽ ഇപ്പം പെട്ടെന്നൊന്ന് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞ് ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും പറ്റിയൊരു കഴിവൊന്നും ആയിരിക്കില്ല. അതേസമയം ഇവരാണെങ്കിൽ ഇവർ ചാടിക്കയറി ഇവരെ ഏൽക്കുകയും ചെയ്യും. ഇവർ ആ ഒരു സദസ്സിനെ അവർ കൺട്രോൾ ചെയ്ത് അട്രാക്റ്റീവായിട്ട് അവർ നിർത്തുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു കഴിവ് വാദപ്രതിക്കാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള അതിപ്പം നമ്മുടെ മ്യൂസിക് ആയിരിക്കാം, അതുപോലെ തന്നെ ആർട്ട്, കല, അങ്ങനെ പല കാര്യങ്ങളിലും അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ ഉള്ളിലും ഉണ്ട് ഒരുപാട് ഭയം, ഒരുപാട് ഇൻസെക്യൂരിറ്റി, ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരു സമയത്ത് ഏൽക്കും. അതായത് മൾട്ടി ടാസ്കേഴ്സ് എന്ന് പറയും. ചിലരെ കണ്ടിട്ടില്ലേ ഒരു സമയത്ത് 3-4 കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കഴിവില്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷേ ഇതിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറവി പെട്ടെന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ, ബേൺ ഔട്ട് എന്നൊരു ഫേസ് എത്തും. അപ്പോൾ എന്താണ് ഈ ബേൺ ഔട്ട് എന്ന് പറഞ്ഞ ഫേസ്? ബേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പരിധിയുടെ മാക്സിമം നമ്മൾ തള്ളി കൊണ്ടുപോവുക. പെട്ടെന്നൊരു ഘട്ടം എത്തുമ്പോഴത്തേക്കും നമുക്കൊന്നിനും വയ്യ, പിന്നെ നമ്മളങ്ങ് മടുത്തു പോവുക. ഒരു കാര്യവും ചെയ്യാനുള്ളൊരു മടുപ്പ് ആ ഒരു രീതിയിലേക്ക് വരുന്ന രീതിയിലേക്ക് അവർ തന്നെ ആക്കി തീർക്കും. ഓക്കെ, കഴിവില്ല എന്നല്ല, കഴിവുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നമ്മൾ ഏക്കാതെ ഇരിക്കുക. പറയാം എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി. അപ്പം മൾട്ടി ടാസ്കേഴ്സ്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്, അവർക്ക് ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിന്തയോ ഭയമോ എന്തെങ്കിലും കയറിക്കഴിഞ്ഞെങ്കിൽ അവരിങ്ങനെ നട്ടപ്പാതിര സമയത്തൊക്കെ ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റൊക്കെ ഇരിക്കും. അതിനെപ്പറ്റി തന്നെ ഒരുപാട് ആലോചിക്കും, ഒരുപാട് ചിന്തിക്കും. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നവരാണ് വാദപ്രകൃതിക്കാർ. ഇനി ഇവർ ഏതൊക്കെ ടൈപ്പ് ഫുഡ് ഇവർ എടുക്കുമ്പോഴാണ് ഇവരുടെ വാദം പ്രകോപിക്കുക എന്നറിയണ്ടേ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ശരീരമാക്കി തീർക്കുന്നത്, നമ്മുടെ ചിന്തകളാണ് നമ്മളാക്കി തീർക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആഹാരത്തിൻ്റെ പ്രസക്തി. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, പിന്നെ അവർക്ക് കുഴപ്പമില്ലല്ലോ, ഇവർക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അവരുടെ ശരീരപ്രകൃതി പോലെയല്ല നമ്മുടെ ശരീരപ്രകൃതി. അപ്പോൾ എന്താണ് പ്രകൃതി അല്ലേ? അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടേതായിട്ടുള്ള തനത് പ്രകൃതിയുണ്ട്. ഒന്നുകിൽ വാദപ്രകൃതി ആയിരിക്കാം നമ്മൾ, പിത്തപ്രകൃതി ആയിരിക്കാം നമ്മൾ, കഫപ്രകൃതി ആയിരിക്കാം നമ്മൾ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇതിനെ പറ്റിയാണ്, വാദപ്രകൃതിയെ പറ്റി. അപ്പോൾ നമ്മൾ എഴുന്നേറ്റു. അപ്പോൾ ഈ വാദപ്രകൃതിക്കായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നു എന്ന് വെച്ചാൽ, അവർ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്നവരാണ് എങ്കിൽ, ഓക്കെ, ഇനി കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ ഇവർ കഴിക്കുന്നത് ഒരു കോൾഡ്, ഡ്രൈ, റോ ഫുഡായിട്ടുള്ള ആഹാരങ്ങളൊക്കെയാണ് ഇവർ കഴിക്കുന്നതെങ്കിൽ, പിന്നെയും അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അറിയാലോ, നമ്മുടെ സോഡ, അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ വക കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താ ഇവരുടെ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്? ഇതൊക്കെ കൊണ്ട് അവരുടെ ശരീരത്തിൽ വാദം വർദ്ധിക്കുക. എങ്ങനെ വാദം വർദ്ധിക്കുന്നു? കാര്യം വാദത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ വരട്ടുന്ന രീതിയിലാക്കും. അതുപോലെ തന്നെ ശീതളമാണ്. ഇത് വേണം വേണ്ട എന്നല്ല പറയുന്നത്, ഇതൊക്കെ ആവശ്യത്തിന് ഉണ്ടെങ്കിലേ മൂവ്മെൻറ്റ് നടക്കും. പക്ഷെ ഒരു പരിധി കൂടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പറഞ്ഞ കാര്യങ്ങൾ തന്നെ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡിസ്റ്റർബൻസസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാവും, അതുപോലെ തന്നെ വയറ് വീർപ്പ്, വയറ്റിനകത്ത് ഈ ബ്ലോട്ടിങ് പോലത്തെ പ്രശ്നങ്ങൾ, വയറ്റിന് നന്നായിട്ട് പോവില്ല ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയെന്ന് വെച്ചാൽ ഈ ടൈപ്പുള്ള ആളുകൾ ഇനി ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നിട്ടുള്ള ആഹാരങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ സാലഡ്സ്, കൂൾ ഡ്രിങ്ക്സ്, വേവിക്കാത്ത ആഹാരം, അതുപോലെ ഈ കടിക്കുമ്പോൾ ഇങ്ങനെ കിർമുറുമുറ എന്നുള്ള ആഹാരങ്ങൾ, തണുത്ത ആഹാരങ്ങൾ. ഇപ്പം നമ്മൾ ചില ഡോക്ടേഴ്സ് എപ്പോഴും പറയാറുണ്ടല്ലേ, എന്തെങ്കിലും തണുത്ത ആഹാരം കഴിക്കരുത്. എന്തുകൊണ്ട് ഈ തണുത്ത ആഹാരം കഴിക്കരുതെന്ന് പറയുന്നത്? അത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വാദത്തിനെ കൂട്ടും എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ തണുപ്പെല്ലാം കൂടെ കയറി കഴിയുമ്പം ഇത് നമ്മുടെ സിസ്റ്റത്തെ പല രീതിയിലാണ് ബാധിക്കുന്നത്. ഇനി നമുക്ക് ഒരു നെഞ്ചിൽ, ഇപ്പോൾ ചില പറയാലോ നെഞ്ചിടിക്കുന്ന പോലെ തോന്നുന്നു, മെലിഞ്ഞ ആളുകൾ, ഓക്കെ, നെഞ്ചിടിക്കുന്ന പോലെ തോന്നുന്നു, അതുപോലെ ലോ BP, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇവർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നെഞ്ചിടിക്കുന്ന പോലെ ലോ BP ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വല്ലാത്ത ഒരു പരവശം പോലെ, ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് നമ്മുടെ വായു തടഞ്ഞു നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇനി ഇത് മാത്രമൊന്നുമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരണ്ട തലമുടി, ഇപ്പം ചിലരെ കാണാറില്ലേ വരണ്ട് തിന്നായിട്ടുള്ള തലമുടി. അപ്പോൾ ഇതൊക്കെ ഈ വാദപ്രതിക്കാർക്കുള്ള ഒരു ഫീച്ചറാണ് പൊതുവെ. സ്കിന്ന് നോക്കുവാണെങ്കിലോ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും, വരണ്ട് കീറിയ പോലത്തെ സ്കിന്നായിരിക്കും എന്ന് പറയും. ഇനി അത് മാത്രമല്ല, നമ്മുടെ ജോയിൻറ്റിൽ നിന്ന് ക്രാക്കിംഗ് ആയിട്ടുള്ള സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വാദപ്രകൃതിയിൽ വരുന്നുണ്ട്.
ഇപ്പം ഇതിനെപ്പോൾ നമ്മൾ നോക്കാതെ ഇരിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ എന്താ, പീരിയഡ്സ് ടൈമിലുള്ള ക്രാമ്പിങ് പെയിൻ എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റണ പെയിനൊന്നും ആയിരിക്കണമെന്നില്ല ആ ഒരു സമയത്ത്. പിന്നെ അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പ്രായമാവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും എന്നുള്ളതാണ്. പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് ആങ്സൈറ്റി പോലത്തെ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് ആർത്രൈറ്റിസ്, വാതരോഗങ്ങൾ ഒക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ആങ്സൈറ്റി, ആർത്രൈറ്റിസ്. ഇനി ഇത് മാത്രമൊന്നുമല്ല, ഇറിറ്റബിലിറ്റി. ഇപ്പം ചിലരെ കാണുമ്പോൾ നമ്മൾ പറയില്ല ഇവർക്കൊന്ന് അടങ്ങിയിരുന്നൂടെ എന്ന് ചോദിക്കും അല്ലേ. അടങ്ങിയിരുന്നൂടെ എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ കാലാട്ടുന്ന ടൈപ്പ് സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും നഖം കടിക്കുക. ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കുറേ ഒരു ട്രേറ്റ്സിൽ വരുന്ന ആളുകളുടെ ഒരു നേച്ചറാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ വാദം ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് നമ്മളുടെ ബോഡി ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഈ പറഞ്ഞത്. ഇത് മാത്രമൊന്നുമല്ല, പിന്നെയും നമ്മുടെ എല്ല് തേയ്മാനം, എല്ല് പൊടിയൽ, അതുപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇൻഫെർട്ടിലിറ്റി അല്ലേ. കുട്ടികളില്ലാത്ത ഒരുപാട് പേരില്ലേ. ഇപ്പം PCOD എന്ന് പറയുമ്പം അത് ലീൻ PCOD മാത്രമല്ല, ഒബീസ് PCOD പറയാം. ലീൻ PCOD എന്ന് പറഞ്ഞാൽ മെലിഞ്ഞവർക്ക് വരുന്ന PCOD. അപ്പം മെലിഞ്ഞവർക്ക് വരുന്ന PCOD എന്ന് പറയുമ്പോൾ അവരെ ചിന്തിച്ചു കൂട്ടും, ഞാൻ മെലിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, എനിക്കെങ്ങനെ PCOD വരുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ്? തെറ്റായ ആഹാര രീതി, തെറ്റായ ജീവിത രീതി. ഇപ്പം തെറ്റായ ആഹാര രീതിയും തെറ്റായ ജീവിത രീതിയും എന്താണ്? ഇപ്പം തോന്നുന്ന സമയത്ത് നമ്മൾ കിടക്കുകയും തോന്നുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയും അതുപോലെ നമ്മൾ ആവശ്യമില്ലാതെ സ്ക്രീൻ ടൈമും കാര്യങ്ങളും ഒക്കെ നോക്കുക. പിന്നെ നമ്മൾ എഴുന്നേറ്റ് ട്രെൻഡ് അനുസരിച്ച് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിരിക്കാം ഈ പറഞ്ഞ കൂട്ട് എറോബിക്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, വാദപ്രതികാരമുള്ള ആളുകൾ ഈ ട്രെൻഡ് അനുസരിച്ച് അവർ ഹൈക്കിങ്ങിന് പോകുന്നു, ഞാനും ഹൈക്കിങ്ങിന് പോകാൻ പോവാണ്. അവർ ഓട്ടത്തിന് പോകുന്നു, ഞാൻ ഓട്ടത്തിനും പോകാൻ പോവാണ്. അതുപോലെ അവർ ചെയ്യുന്നത് എന്തും ഞാൻ ചെയ്യാൻ പോകണം. അവർ ചെയ്യുന്ന എന്തും നമ്മുടെ ശരീരം സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്തും വാദപ്രതികാരരുടെ ശരീരക്കാർക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ പറയുന്ന കൂട്ട് പിന്നെ അതുപോലെ ഈ ലൗഡായിട്ടുള്ള സൗണ്ടും മ്യൂസിക്കും ഒക്കെ അല്ലേ, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ഈ പറഞ്ഞ കൂട്ട്. ഇപ്പം ലൗഡ് സൗണ്ട്, ലൗഡ് മ്യൂസിക്, ഇങ്ങനത്തെ ഒരു ഇത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും ട്രേറ്റ്സ്, ഇതിൻ്റെ കൂടെ നിങ്ങളൊരു അന്യ രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ ഈ തണുപ്പിലോട്ട് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇവിടുത്തെ കാലാവസ്ഥയൊന്നും ആയിരിക്കില്ല UK, US, അതുപോലെ ഓസ്ട്രേലിയ അങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പോൾ ഇത്രയും ഈ ഒരു തണുപ്പിലോട്ട് ഇവർ പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സിന് ഇഷ്ടംപോലെ കേസസ് വരാറൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാദപ്രകൃതിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി നോക്കിയാലോ. അപ്പം ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കൃത്യനിഷ്ഠ കൊണ്ടുവരിക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നിങ്ങൾ കഴിവില്ലാത്തവരല്ല എന്നല്ല പറയുന്നത്, കഴിവിഷ്ടം പോലെയുണ്ട്. കഴിവുള്ളവർക്ക് പക്ഷേ എന്താ വേണ്ടെന്ന് പറയോ? ഡിസിപ്ലിൻ അല്ലെങ്കിൽ കൃത്യനിഷ്ഠത അല്ലേ. അപ്പോൾ ഈ ഡിസിപ്ലിനിലെ കൃത്യനിഷ്ഠത എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേക്കുക. ഓക്കെ, അതാണ് നമ്പർ 1 തിങ്. അപ്പോൾ നേരത്തെ കിടന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിയുമ്പം അത് മാത്രമല്ല, മെഡിറ്റേഷൻ, ധ്യാനം വളരെ അത്യാവശ്യമാണ്. എക്സസൈസസ് എന്ന് പറയുമ്പം ആ എക്സസൈസസ് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ സമരീതിയിലാക്കുന്ന ടൈപ്പ് എക്സസൈസസ്. ഡെഫിനറ്റായിട്ട് യോഗയെ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഈ ഓടിപ്പോയി ഹൈക്കിങ്, ഓട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്നാമത് നമ്മുടെ ശരീരമായിട്ട് അത് സെറ്റ് ആവത്തില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ പറഞ്ഞല്ലോ എല്ല് തേയ്മാനം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇനി ആഹാരം എന്ന് പറയുമ്പം എന്താണ്, ഞാൻ ആദ്യമേ ഒരുപാട് വട്ടം ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞു അല്ലേ, സാലഡ്, ഗ്രീൻ സ്മൂത്തി, മറ്റേ സ്മൂത്തി, അറിയാമല്ലോ നമുക്ക് ഇഷ്ടം പോലെ. നമ്മളിപ്പോൾ ട്രെൻഡ്സ് കണ്ടുകൊണ്ടിരിക്കുക. ദയവേത് ഇതിനൊന്നും പിന്നാലെ പോവല്ല വേണ്ടത്. അപ്പം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ആഹാരങ്ങളാണ്. ചൂടുള്ള ആഹാരങ്ങൾ, സൂപ്പ് പോലുള്ള ആഹാരങ്ങൾ കഴിക്കാവുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ജീരകമായാലും നമ്മൾ അയമോദകം ആയാലും അതൊക്കെ നമ്മൾ ആഹാരത്തിൽ, ഇഞ്ചിയൊക്കെ ആയാലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. കാര്യം ഇതൊക്കെ നമ്മുടെ ദഹനത്തിന് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചൂടുവെള്ളം കുടിക്കാം. ഇനി എണ്ണയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏതെണ്ണ ഉപയോഗിക്കണം? എള്ളെണ്ണയാണ് ആയുർവേദത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള നിങ്ങളുടെ ശരീരത്തെ നല്ല എണ്ണമയമാക്കണമെങ്കിൽ അതിന് പറ്റിയ സാധനം ഏതാണ്? എള്ളെണ്ണയാണ്. അപ്പോൾ എള്ളെണ്ണ നമ്മൾ ആഹാരത്തിൽ മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. എള്ളെണ്ണ വെച്ച് നമ്മുടെ ശരീരം മുഴുവൻ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഉച്ചിയിൽ, നമ്മുടെ കാതിൻ്റെ ബാക്കിൽ, നമ്മുടെ ഉള്ളം കാലിനകത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ? നല്ല രീതിയിൽ നമ്മളെ അത് ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൈൻഡ് ഒന്ന് കാമായി ക്രിയേറ്റീവായി ചിന്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ പറഞ്ഞില്ലേ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മളെ തന്നെ കെയർ ചെയ്തിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇത് മാത്രമല്ല, നമ്മൾ സ്ക്രീൻ ടൈമിംഗ് ഒഴിവാക്കുക, ഒരുപാട് എക്സേഷണൽ എക്സസൈസസ്, ഹൈക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ആയാലും നമുക്ക് കഴിക്കാൻ തോന്നുമ്പം നമ്മൾ പറഞ്ഞല്ലോ നല്ല വേവിച്ചിട്ടെടുത്ത ആഹാരങ്ങളാണ് നിങ്ങൾക്ക് ആഹാരമായിട്ട് കഴിക്കാൻ വേണ്ടി നല്ലത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു എരിവിഷ്ടമാണ് പുളി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രഞ്ചി ആയിട്ടുള്ള ആഹാരങ്ങൾ, ക്രഞ്ചി എന്ന് പറഞ്ഞാൽ ഈ കടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ടൈപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ റസ്ക്, ബ്രെഡ്, അങ്ങനത്തെ ടൈപ്പ് ആഹാരങ്ങൾ, ബിസ്ക്കറ്റ്, ഇപ്പം നമുക്കറിയാം എന്തൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ, കുർക്കുറേ, ക്രാക്കേഴ്സ്, കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ കഴിക്കുമ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് പിന്നെയും വാദത്തെ കൂട്ടുകയാണ്. അപ്പോൾ വാദത്തെ കൂട്ടുന്ന ടൈപ്പ് ആഹാരങ്ങളിലേക്ക് ദയവ് ചെയ്ത് പോവാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡോക്ടേഴ്സിനെ കാണേണ്ടി വരത്തില്ല, അതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് നമ്മൾ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് ജോയിൻറ്റ് പെയിൻസിൻ്റെ ആ ഒരു കാലാവധി തന്നെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ആഹാരത്തിൽ നമ്മൾ നെയ്യ് ഉൾപ്പെടുത്തണം. അങ്ങനെ ആഹാരത്തിൽ ആവശ്യത്തിന് നമ്മൾ നെയ്യ്, എണ്ണ ഒക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിലായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുക. അപ്പോൾ വാദപ്രകൃതി അറിഞ്ഞുകൂടാത്ത ഒരാൾ എന്താ പറയുക, നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്, നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ശരിയാവില്ല. ശരിക്കും ഇവിടെ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് കുറച്ച് സ്നേഹവും കുറച്ച് പരിഗണനയാണ്. ഇങ്ങനെ നമ്മൾ സ്നേഹത്തോടും പരിഗണനയോടും കൂടി നമ്മൾ പരിപാലിക്കുമ്പോൾ വാദപ്രകൃതി നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ കൂട്ടുകാരോ ആരെങ്കിലും ഈ വാദപ്രകൃതി കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ വീഡിയോ കാണിക്കുക. അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വാദപ്രകൃതിക്ക് കുറച്ചുകൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ലൈഫ് കുറച്ചുകൂടെ മികച്ചതാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഡിയേഴ്സ്.